പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലാരിവട്ടം പാലത്താണ്. പാലാരിവട്ടത്തെ യഥാർത്ഥ പാലമല്ല, 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ച് നിർമ്മിച്ച പാലാരിവട്ടത്തിന്റെ മേൽപ്പാലത്തിന് തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രണ്ടര വർഷം കൊണ്ട് പാലം അടച്ചുപൂട്ടൽ. പാലത്തിന്റെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആകെ നീളം ഈ പാലാരിവട്ടം പാലത്തിന് 780 മീറ്ററാണ്. 780 മീറ്ററിൽ ഈ പാലം നിർമ്മിക്കാൻ 42 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്യ എസ്റ്റിമേറ്റ് ഇടുന്നത്. 39 കോടി രൂപയ്ക്ക് നിശ്ചയിച്ചു. അങ്ങനെ 39 കോടി രൂപ. സാറേ ഒരു മിനിറ്റ്. ഹലോ ഫ്രണ്ട്സ്, ജിൻഫോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ 24 പോലുള്ള ചാനലുകൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ ഈ വീഡിയോകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നിട്ടാണ്. അതുപോലെ ഗ്രീൻ സ്ക്രീൻ എന്നുള്ള എഫക്റ്റ് വെച്ചിട്ടും അതില്ലാതെയും ഇതെങ്ങനെ പോസിബിൾ ആക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, VFX ഇവ എന്താണ്, ഇവയുടെ ഡിഫറൻസ് എന്താണ്, ഇവർ ഈ ചെയ്യുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി ആണോ എന്നുള്ള കാര്യം കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിവിടെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ അഡോബ് പ്രീമിയർ എന്ന് പറയുന്ന ടൂളാണ്. ഇതുപയോഗിച്ച് VFX അഥവാ വിഷ്വൽ എഫക്ട്സ് എന്നുള്ള ടെക്നോളജിയാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. വിഷ്വൽ എഫക്ട്സ് എന്നുള്ള ഷോർട്ടാക്കി പറയുന്നതാണ് VFX. അഡോബ് പ്രീമിയർ ഉപയോഗിച്ചുള്ള കൂടുതൽ വീഡിയോ എഫക്ട്സിന് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മനക്കോട്ട എന്നാണ് ഈ ചാനലിൻ്റെ നെയിം. ഇവരിത് വീഡിയോയുടെ അകത്ത്, അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് വഴിയാണ് ഇവർ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ്, അതാണ് അവിടെ സ്റ്റുഡിയോയിൽ ചെയ്യുന്നത്. സ്റ്റുഡിയോ മുഴുവൻ ഗ്രീൻ കളറായിരിക്കും. നമ്മൾ കാണുന്ന വിഷ്വൽസ് എലമെൻറ്റ്സ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. അവിടെ ഒരാൾ, അവതാരകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അയാൾ നിൽക്കുന്നത് ഫുള്ള് ഗ്രീൻ സ്ക്രീനിലായിരിക്കും. അതായത് ഈ കാണുന്നത് പോലെ ഗ്രീൻ സ്ക്രീനിലായിരിക്കും അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം VFX എന്ന് പറഞ്ഞ ടെക്നോളജി വെച്ചിട്ട് ഈ രീതിയിലേക്ക് വിഷ്വൽസൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രീൻ സ്ക്രീൻ മാറ്റി അവിടെ ഈ VFX, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എങ്ങനെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ആ വീഡിയോ ക്രോപ്പ് ചെയ്ത് അതായത് മാസ്ക് ഉപയോഗിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്ത് ആ ഗ്രീൻ സ്ക്രീൻ, അതായത് ഇപ്പം നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന ബ്ലൂ സ്ക്രീൻ ആണെങ്കിലും ആ ബ്ലൂ ഉള്ള പാട്ടിലേക്ക് മാത്രമാക്കുക. അതിനുശേഷം വേണ്ട വീഡിയോ, ബാക്ക്ഗ്രൗണ്ട് വീഡിയോ, അതായത് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട ആ വീഡിയോ നമുക്ക് അതിൻ്റെ അണ്ടറിൽ കൊണ്ടിടാം. അതായത് ടോപ്പിൽ നിൽക്കേണ്ടത് നമ്മുടെ വീഡിയോ ആയിരിക്കണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വരേണ്ടത് ഇടുക. നമുക്ക് ആ വീഡിയോയുടെ പൊസിഷനും അതിൻ്റെ ആവശ്യമുള്ള അതായത് ലെങ്തും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഒരു വീഡിയോ കൊണ്ടുവന്ന് ഒരു വീഡിയോയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് മാച്ചാവുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. പറഞ്ഞ എഫക്ട്സ്, അതായത് അൾട്രാ കീ എന്ന് പറഞ്ഞ എഫക്ട്സ് മേളിലത്തെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കളർ ചൂസ് ചെയ്യുക. കളർ നമുക്ക് ഒരു കളർ പിക്കർ വെച്ചിട്ട് ചൂസ് ചെയ്യാം. അതിൽ നമ്മളുടെ ബോഡിയായിട്ട് അടുത്തിരിക്കുന്ന കളർ ആദ്യമേ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്താം. അതായത് ഇതിനകത്ത് ആൽഫ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ എത്ര പെർസെൻറ്റേജ് നമുക്ക് വിസിബിൾ ആണെന്നുള്ള ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഓരോ ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഇമേജ് പ്രോപ്പറാക്കി എടുക്കുക. ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ആയിരുന്നെങ്കിൽ പ്രോപ്പർ ഗ്രീൻ സ്ക്രീൻ ജോലി നമുക്ക് കുറഞ്ഞേനെ. ഇതിപ്പോൾ ആ ബ്ലൂ ആയിട്ടുള്ളൊരു ഷീറ്റാണ് ഉപയോഗിച്ചത്. അത് പോരാഞ്ഞിട്ട് അതിൻ്റെ കളറ് വേരിയേഷൻസ് വരുന്നുണ്ട്, ഗ്രേഡിയൻ ഫീൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർക്ക് ചെയ്യേണ്ടി വരുന്നത്. പ്രോപ്പർ ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പെട്ടെന്ന് പരിപാടി കഴിയും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ആൽഫ ചാനൽ തിരിച്ച് പഴയ പോലെ ആക്കാം. കൂടുതലായിട്ടൊരു ഒരു പെർഫെക്ഷൻ തോന്നുന്നതിന് നമുക്ക് സൈസും അതിൻ്റെ നമ്മളുടെ ബോഡി സൈസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് സൈസ്, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം.
ഇതിപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോയും എനിക്ക് റെക്കോർഡഡ് ആയിട്ട്, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാനിവിടെ ടോപ്പിൽ കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അതായത് ഞാൻ ഗ്രീൻ സ്ക്രീൻ അല്ല ഉപയോഗിച്ചത്, ഞാനൊരു ബ്ലൂ സ്ക്രീനാണ്, അതായത് ഒരു ഷീറ്റാണ് ഉപയോഗിച്ചത്. ബ്ലൂ കളറിലുള്ള ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ അതും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി ഗ്രീൻ സ്ക്രീൻ പറയുന്നത് മിനിമം കളർ കറക്ഷൻ വരുത്താൻ വേണ്ടിയാണ് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. അതായത് പെർഫെക്ഷൻ കൂടുതലായിരിക്കും ഗ്രീൻ സ്ക്രീൻ. നമുക്ക് വേറെ ഏത് കളറുകളും ഉപയോഗിക്കാം, പക്ഷെ നമ്മളുടെ ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മുടെ ഇതിൽ, അതായത് നമ്മുടെ ഫേസിൽ വരുന്ന കളറോ റെഡൊക്കെ നമ്മുടെ ഫേസിൽ വരുന്നതുകൊണ്ടാണ് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവിടെയും ആ കളർ കൂടി ചേഞ്ച് ആയി പോകും. ഇനി അടുത്തത് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ എല്ലായിടത്തും അവൈലബിൾ ആണെന്നുമില്ല. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളുടെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളയാമെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടൊരു സ്നാപ്ഷോട്ട് കൂടി കരുതണം. ഒന്നെങ്കിൽ അത് വീഡിയോയിൽ നിന്ന് സ്നാപ്ഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ അതേ പൊസിഷനിൽ അതേ റെസൊല്യൂഷനുള്ളൊരു ഇമേജ് ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എഫക്റ്റ് സെക്ഷനിൽ വീഡിയോ എഫക്ട്സിലെ കീയിങ്ങിനകത്ത് ഡിഫറൻസ് മേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. നമ്മൾ വീഡിയോ ഇടേണ്ട ഓർഡർ എന്ന് വെച്ചാൽ ആദ്യമേ നമ്മളുടെ വീഡിയോ, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് വീഡിയോ, അതിനുശേഷമായിരിക്കണം അതായത് നമ്മൾ എടുത്ത സ്നാപ്ഷോട്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കാണാം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പരിഹരിക്കാം. ആദ്യമേ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. നേരത്തെ ഗ്രീൻ സ്ക്രീനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് വേരിയബിൾസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതും കറക്റ്റ് ചെയ്യാം. പക്ഷേ ഗ്രീൻ സ്ക്രീനിൻ്റെ അത്ര എഫക്റ്റീവ് ആകണമെന്നില്ല ഇത്. നമുക്ക് ഇപ്പോൾ താജ്മഹലിലേക്ക് പോകാം. താജ്മഹലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഗൂഗിൾ മാപ്പ് എടുക്കുക, എന്നിട്ട് താജ്മഹൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ഗൂഗിൾ മാപ്പ് ഉണ്ടോ, ഗൂഗിൾ മാപ്പിൻ്റെ താഴത്തായിട്ട് ഒരാളുടെ പടമുണ്ട്, അതായത് ഒരാളുടെ രൂപം. അതിൽ മൗസ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. നമുക്ക് താജ്മഹലിൽ അവൈലബിൾ ആയിട്ടുള്ള 360 ഡിഗ്രി ഫോട്ടോസ് കാണാം. അതിൽ ഒരെണ്ണത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഈ ഓപ്പണായി വരുന്ന വിൻഡോയിൽ നമുക്ക് ആരോ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെയുള്ള എല്ലാ ഏരിയയും നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരാൾ നടന്ന് കാണുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ലോകത്തുള്ള ഏത് സ്ഥലത്തേക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി എത്തിച്ചേരാൻ സാധിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ 360 ഡിഗ്രി ഫോട്ടോ എടുക്കുന്നതെന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നീടുള്ളതെന്ന് വെച്ചാൽ VFX, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, അങ്ങനെ കുറേ ടേംസാണ്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ ഡെഫിനേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കാം. ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറിയാൽ അതിൻ്റെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ പറയുന്നത് നമ്മുടെ റിയൽ വേൾഡിലേക്ക് ഓഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഇൻസെർട്ട് ചെയ്യുന്നതിനാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന കൺസെപ്റ്റ് അവർ അവതരിപ്പിക്കുന്നത്. അതേപോലെ വിർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വിർച്വൽ ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് ഒരു ഹ്യൂമനെ എത്തിക്കുന്നതാണ്. അതായത് VR ബോക്സ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഒരു ഹ്യൂമൻസിനെ കംപ്ലീറ്റ്ലി വിർച്വൽ ആയിട്ടുള്ള വേൾഡിലേക്ക് എത്തിക്കുകയാണ് VR വിർച്വാലിറ്റി. പക്ഷേ ഇവരിവിടെ ചെയ്യുന്നത് നമ്മൾ സിനിമകളിലേക്ക് ഉപയോഗിക്കുന്ന ഗ്രീൻ സ്ക്രീൻ ടെക്നോളജി തന്നെയാണ്. പക്ഷേ നമ്മൾ ഗ്രീൻ സ്ക്രീൻ ടെക്നോളജി സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CGI, അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. CGIയും VFXും ഒരിക്കലും നമ്മൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് പറയാറില്ല. മോസ്റ്റ് പ്രോബ്ലി എല്ലാ വീഡിയോസും നമ്മൾ VFX അല്ലെങ്കിൽ CGI എന്നേ പറയാറുള്ളൂ. അത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് പറയാത്തടത്തോളം കാലം ഇതും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉണ്ട് കുറച്ചൊക്കെ, അത് കംപ്ലീറ്റ്ലി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ല. ഒരു പക്ഷേ ഇത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ വീഡിയോ കുറച്ച് ഉപകാരപ്രദവും അറിവ് നൽകുന്നതുമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക.